ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, മലപ്പുറം ഡിസ്ട്രിക്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈബ്രോമയാൾജിയ എന്നൊരു കണ്ടീഷനെ കുറിച്ചാണ്. അതായത് പേശികൾക്കും സന്ധികൾക്കും അകാരണമായിട്ടുള്ള വേദന ഉണ്ടാവുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാരണം കണ്ടെത്താനായിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്താലും അതൊക്കെ നെഗറ്റീവായിരിക്കും. പ്രത്യേകിച്ച് ഡയഗ്നോസിസ് ഒന്നും ഉണ്ടാവില്ല. ചിലർ വിചാരിക്കും വാതരോഗമാണെന്ന്, പക്ഷെ വാതരോഗത്തിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആളുകൾക്ക് വളരെയധികം ഒരു ഫ്രസ്ട്രേഷൻ, ഭയങ്കര ഒരു മടുപ്പ് തോന്നിക്കുന്ന ഒരു കണ്ടീഷനാണിത്. അത് സാധാരണ ഒരു വശത്ത് വേദന തുടങ്ങി പിന്നെ ദേഹം ആസകലം വേദന ആവുന്ന ഒരു കണ്ടീഷൻ. അത് കാരണം തന്നെ ഭയങ്കര മെൻ്റലി നമ്മൾ ഡള്ളാവുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫൈബ്രോമയാൾജിയ അല്ലെങ്കിൽ ഇതിനെ ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം എന്നും പറയുന്നുണ്ട്. കുറേ ഒരു കോംപ്ലക്സ് സിംറ്റംസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ രോഗികൾക്കാണെങ്കിൽ തന്നെ വളരെയധികം കഷ്ടത ആണ് ഇത് മൂലം ഉണ്ടാവുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇതിന്റെ കാരണം ഇപ്പോഴും ക്ലിയർ അല്ല, എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. നമ്മൾ തലച്ചോറിലെ വേദന അറിയാൻ വേണ്ടി സഹായിക്കുന്ന കുറേ രാസപദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ചില ഏറ്റക്കുറച്ചിലുകളൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ടിന് കാരണമാവുന്നതെന്നാണ് റീസെൻ്റ്ലി പറയുന്നത്. ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ കാരണം തന്നെ നമുക്ക് വേദന പെട്ടെന്ന് ചെറിയൊരു വേദന പോലും വളരെ വലിയൊരു വേദനയായിട്ട് മാറുന്നു. ഇത് നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും വരാം, പക്ഷെ കൂടുതലായിട്ട് നമ്മുടെ ജോയിൻസിൽ, പേശികളിലൊക്കെയാണ് വേദന വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ട്രിഗർ പോയിന്റ്സ് ഉണ്ട്. അതായത് ട്രിഗർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില പോയിന്റ്സിൽ തൊടുമ്പോഴേക്കും വേദന വരാം. അത് ഏകദേശം ഒരു 18ഓളം ട്രിഗർ പോയിന്റ്സ് ഉണ്ട്. നമ്മളെ കഴുത്തിൻ്റെ അടിയിലായിട്ടും നമ്മുടെ ഷോൾഡേഴ്സിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഒക്കെ കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും വേദന വരും. ഇനി മെയിനായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള വേദനയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള കുറേ ഒരു ഇഷ്യൂസ് കൂടി ഇതിൽ കാണാറുണ്ട്. അതായത് ഈ ഒരു ഫൈബ്രോമയാൾജിയ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സഡൻ ലോസ് ഓഫ് ക്ലോസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷനുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഇത് കോമൺലി കാണുന്നത് സ്ത്രീകളിലാണ്. ഒരു 30 to 65 വയസ്സ് ഉള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. പിന്നെ അതോടൊപ്പം നമുക്ക് ഈ ഒരു വേദനേൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൂടുതൽ ആയിട്ട് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതായത് IBS പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് പോകാൻ തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് തന്നെ ടോയ്ലറ്റ് പോകാൻ തോന്നുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉള്ള ആളുകളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ള ആളുകളിൽ കാണാറുണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ട്. ഈ ഒരു വേദനയോടൊപ്പം തന്നെ നമുക്ക് ഉറക്കക്കുറവ് മൂലം തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഉന്മേഷമില്ലായ്മ, അതുപോലെ ഭയങ്കര സ്റ്റിഫ്നെസ് ആയിരിക്കും. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ജോയിൻ്റൊക്കെ കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ ഭയങ്കര ഒരു മരവിപ്പ്. ഈ ഉറക്കക്കുറവ് മൂലം തന്നെ നമുക്ക് മെമ്മറി ലോസും കാണാറുണ്ട്. പിന്നെ നമ്മൾ പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടാവും, പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഒന്നിലും ഒരു റിസൾട്ട് ചില സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പം അതൊക്കെ ഈ ഒരു അസുഖത്തിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം പേഷ്യൻറ്റിൻ്റെ മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷമില്ലായ്മയും കൂടി ഈ ഒരു ഇതിൽ നമുക്ക് കാണാറുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു അസുഖത്തിന് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരു 3 മാസത്തിൽ കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് നിലനിൽക്കുകയും അതുപോലെ ട്രിഗർ പോയിന്റ്സ് നോക്കുമ്പോൾ അതിലൊരു 11 കൂടുതൽ ഈ വേദന വരികയും ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഫൈബ്രോമയാൾജിയ സസ്പെക്ട് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴാണെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. അതായത് മറ്റ് പല അസുഖങ്ങളും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് വാതരോഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടോ, വിറ്റാമിൻ ഡി കുറവുണ്ടോ. ഇപ്പം കുറേ പേർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ബ്ലഡ് ടെസ്റ്റുകൾ, മറ്റ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരേണ്ടത്. പിന്നെ ഒരു ഫൈബ്രോമയാൾജിയയ്ക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത്. അതായത് നമ്മൾ വെറും ഒരു ലക്ഷണങ്ങൾ മാത്രം, അതായത് ഈ വേദനയ്ക്ക് മാത്രം കുറേ വേദന സംഹാരികൾ കഴിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അത് നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരാൻ. അതോടൊപ്പം തന്നെ നമുക്ക് ജനറലായിട്ട് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്ത് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, ഡെയിലി ചെയ്യുക. അതുപോലെ ചെയ്യുന്നത് എന്താണോ അത് സന്തോഷത്തിൽ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാം. മറ്റൊന്നാണ് നിങ്ങൾക്ക് യോഗ ചെയ്യാം, മെഡിറ്റേഷൻസ് ചെയ്യാം.
ഈ യോഗയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടറുടെ കീഴിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ് സെക്ഷനൊക്കെ ഇതിൻ്റെ ഒരു മാനേജ്മെന്റിന് വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പെയിൻ കില്ലേഴ്സ്, ഇത് ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ്. പെയിൻ കില്ലേഴ്സ് കൂടുതലായിട്ട് നമ്മൾ പെയിൻ വരുമ്പോഴേക്ക് തന്നെ വാങ്ങി കഴിക്കുക എന്നുള്ളത്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിതൗട്ട് ഒരു കറക്റ്റായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ പലരും പോയി വാങ്ങി കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവണത നിർത്തിയിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു കാരണം, ഈ ഒരു വേദനയുടെ കാരണം എന്താണോ അത് നോക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൂടുതലായിട്ട് ഈ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെയാണ് ഹെൽത്തി ഡയറ്റ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. ഇത് ശാസ്ത്രീയമായിട്ട് ഫൈബ്രോമയാൽജിക്ക് ഇന്ന ഡയറ്റ് അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, കൂടുതൽ കളർ ചേർത്ത ഫുഡ്സ്, ഷുഗർ ഐറ്റംസ്, ഇതൊക്കെ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ സ്മോക്കിങ്, ആൽക്കഹോൾ, ഇവയും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് അത് ട്രിഗർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സോ സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക. അതായത് ഒരു ലോ കാർബ് ഡയറ്റാണ് കുറച്ചും കൂടി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൂടുതൽ തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തടി കുറയ്ക്കുന്നതും വളരെ ഹെൽപ്ഫുൾ ആണ്. വേദനകൾ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഡയറ്റ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്, കൂടുതൽ പച്ചക്കറികളും വെജിറ്റബിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് നല്ലത്. അതുപോലെ തന്നെ വിറ്റാമിൻ സി, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ബുദ്ധിമുട്ട് കുറെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇനി ഹോമിയോപ്പതി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രോഗിയുടെ മൊത്തമായിട്ടുള്ള ലക്ഷണങ്ങൾ കോർത്തിണക്കിയിട്ട്, ഇത് വെറും ഒരു വേദന മാത്രമല്ല നോക്കുന്നത്, ഒരു രോഗിയുടെ ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കോർത്തിണക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ ഇതിനെതിരായിട്ടുള്ളത്. നിരവധി മെഡിസിൻസ് പെയിൻ കുറയാൻ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന റെസ്റ്റോക്സിക്കോഡെൻഡ്രോൺ, ബ്രയോണിയ ആൽബ, ഫൈറ്റിലാക്ക, അതുപോലെ നിരവധി മരുന്നുകൾ നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ, എന്തെങ്കിലും ഈ ഒരു ജോയിന്റ് പെയിൻസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലിവ് ഹോമിയോപ്പതി കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. താങ്ക്